ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലേൺ. അപ്പോൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമൊക്കെ ആണല്ലോ അല്ലേ? അതും ആ ഒരു ഡേറ്റിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഈ ചോദ്യം മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിന് പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയത് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനമായിരുന്നു. 1924-25 കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രപാതകൾ ഉപയോഗിക്കാനുള്ള അവകാശത്തിനായി നടന്ന സമരത്തിന് ഗാന്ധിജി ആത്മീയവും രാഷ്ട്രീയവുമായ പിന്തുണയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത് ഒന്ന് എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയതാണ്. കേരളത്തിലെ ജനങ്ങളെ സാമൂഹിക സമത്വത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹമാണ്. മറ്റൊന്ന് ക്ഷേത്രപ്രവേശന പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകി എന്നുള്ളതാണ്. ഗാന്ധിജിയുടെ സന്ദർശനത്തിന് ശേഷം ക്ഷേത്രപ്രവേശന പ്രഖ്യാപനത്തിന് വഴി തെളിഞ്ഞു. 1936 ഈ സംഭവം. സാമൂഹിക അനീതിക്കെതിരെ പൊതുബോധം വളർന്നു വന്നു. ജനങ്ങൾ സമരങ്ങളിൽ പങ്കാളികളായി. ഇത് എടുത്തു പറയാൻ കാരണം സാധാരണ ജനങ്ങൾ മറ്റുള്ളവരെ പേടിച്ചിട്ട് മുതിർന്ന ജാതിക്കാരെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെ ബ്രിട്ടീഷുകാരെയൊക്കെ പേടിച്ചിട്ട് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊന്നും പൊരുതാൻ സാധിക്കില്ല. അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ കഴിയില്ല. അതിനെതിരെ ഒന്നും ശബ്ദമുയർത്താൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അടിമത്തത്തിൽ, കഷ്ടതയിൽ, യാതനയിൽ അനുഭവിച്ചിട്ട് ജീവിച്ചവരായിരുന്നു മിക്ക സാധാരണ ജനങ്ങളും. പക്ഷേ ഗാന്ധിജി ഒരു നേതൃത്വം നൽകിയതോട് കൂടിയിട്ട് അവരുടെ ആ ഒരു സ്വഭാവത്തിന് മാറ്റം വരാൻ തുടങ്ങുകയുണ്ടായി. ഗാന്ധിജിയുടെ സന്ദർശനം കേരളത്തിലെ സാമൂഹിക നീതിക്കും ജാതി സമത്വത്തിനും വലിയ ഒരു തിരിമറി സൃഷ്ടിച്ചു. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന മറ്റൊരു ചോദ്യമാണ് കുട്ടികളിൽ ദേശസ്നേഹം വളർത്താൻ അധ്യാപകർ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത്. പണ്ട് കാലത്ത് കുറച്ചുകൂടെ ജനറേഷൻ മുന്നേ ആണെങ്കിൽ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഗാന്ധിജി അവരുടെ ഈ മഹാത്മാക്കളുടെ ഒക്കെ ഒരു കാര്യങ്ങൾ ഏകദേശമൊക്കെ കുട്ടികൾക്ക് അറിയാമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ അത് പറഞ്ഞു കൊടുക്കാൻ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ പുതിയ ജനറേഷൻസ് വരുമ്പോൾ വീട്ടിലുള്ളവർക്ക് തന്നെ അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തവരായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അത്രയും കാലഘട്ടം മുന്നോട്ട് വന്നല്ലോ. അപ്പോൾ നമ്മൾ കുട്ടികളിൽ എങ്ങനെ ദേശസ്നേഹം വളർത്താൻ എന്താണ് അധ്യാപകർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം വരാം. ബേസിക്കായിട്ട് പറയാവുന്ന കാര്യം കുട്ടികൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങളിലൊക്കെ തന്നെയും ദേശസ്നേഹ മൂല്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളുടെ ചരിത്രം, സാഹിത്യം, സാമൂഹ്യശാസ്ത്രം എന്നിവയിൽ നിന്നുള്ള പ്രചോദനാത്മക സംഭവങ്ങൾ പഠിപ്പിക്കുക. അത് നമ്മുടെ ശാസ്ത്ര പുസ്തകങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്ര പുസ്തകങ്ങളിൽ ഇത്തരത്തിലുള്ള ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ തരത്തിലും ഇപ്പോൾ മലയാളത്തിലാണെങ്കിലൊക്കെ തന്നെ ഇത്രയും ദേശസ്നേഹം വളർത്താൻ ഉതകുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുമായിട്ട് സ്വാതന്ത്ര്യ സമരവും അല്ലെങ്കിൽ ദേശസ്നേഹം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിപ്പിക്കാവുന്നതാണ്. ദേശഭക്തി ഗാനങ്ങൾ, ദേശീയ ദിനാചരണങ്ങൾ, പ്രഭാഷണങ്ങൾ തുടങ്ങിയ സ്കൂളിൽ നടത്തുന്ന പരിപാടികളിലൊക്കെ തന്നെ കുട്ടികളെയും കൂടി പങ്കെടുപ്പിക്കുക. ദേശത്തിൻ്റെ മഹാന്മാരെയും സ്വാതന്ത്ര്യ സമര നായകരെയും പരിചയപ്പെടുത്തുക. അവരുടെ ജീവിതവും ത്യാഗവും കുട്ടികൾക്ക് മാതൃകയാക്കുക. സമൂഹ സേവന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തുക. പരിസ്ഥിതി സംരക്ഷണം, സഹായ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് ഇവിടെ സമൂഹ സേവന പ്രവർത്തനങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തുക. ദേശത്തിൻ്റെ സംസ്കാരവും പൈതൃകവും അഭിമാനത്തോടു കൂടിയിട്ട് പഠിപ്പിക്കുക. അതായത് മ്യൂസിയം സന്ദർശനം, ചരിത്ര സ്മാരകങ്ങൾ കാണിക്കൽ, ഇതുവഴി ദേശത്തിൻ്റെ പൈതൃകം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാമൂഹിക ഐക്യം, മതസൗഹാർദ്ദം, എല്ലാവരോടും സ്നേഹം, സഹകരണം, ബഹുമാനം എന്നിവയെല്ലാം തന്നെ കാണിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. അതാണ് സാമൂഹിക ഐക്യം, മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ
കുട്ടികളിൽ ദേശസ്നേഹം വളർത്താൻ അധ്യാപകൻ പാഠ്യവിഷയങ്ങളിൽ ദേശീയ മൂല്യങ്ങൾ ഉൾപ്പെടുത്തുകയും ദേശീയ ദിനാചരണങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം. മഹാന്മാരുടെ ജീവിതം മാതൃകയാക്കി ദേശത്തിൻ്റെ പൈതൃകത്തോട് അഭിമാനം വളർത്തണം. അത്തരത്തിൽ അഭിമാനമുള്ള കുട്ടികളായിട്ട് വേണം നമ്മുടെ കുട്ടികളൊക്കെ തന്നെയും വളരാൻ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണിത്. 2 ചോദ്യമാണെന്ന് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിൻ്റെ പ്രാധാന്യം. മറ്റൊന്ന്, കുട്ടികളിൽ ദേശസ്നേഹം വളർത്താൻ അധ്യാപകർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഉത്തരം ഒന്നുകൂടെ കേട്ടിട്ട് ഒരു 2-3 തവണ കേൾക്കുക. അപ്പോൾ എന്തായാലും മനസ്സിൽ നിൽക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം പറയാൻ കഴിയട്ടെ. അടുത്തൊരു ചോദ്യമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.